പാക്കം കരുവാക്കോട് വള്ളിയോട്ട് കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ മഹാമൃത്യുഞ്ജയ ഹോമം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രം ഭാരവാഹികളും ഭക്തരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കരുവാക്കോട് വള്ളിയോട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നീലമന മധുസൂദനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഭക്തി നിർഭരമായി നടന്നത്. ക്ഷേത്രം ഭാരവാഹികളും ഭക്തരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ ക്ഷേത്രത്തിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളിലൊന്നായ പടിപ്പുരയുടെ നിർമ്മാണത്തിനുള്ള കുറ്റിയടിക്കൽ ചടങ്ങ് ഈ മാസം 24-നും 10-മുതയും അരിത്രാവൽ 27-നും നടക്കും. ക്ഷേത്രത്തിലെ തുടർ ചടങ്ങുകൾക്ക് വൻ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മൈവാടി എന്ന് പറയുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ ഇവിടെ ആരാധിച്ചു വന്നിരുന്ന ഒരു മൂർത്തിയാണ് വള്ളിയോട്ടുകാവ് ഭഗവതി. വളരെ കാലമായുള്ള കർമ്മലോഭം കൊണ്ട് ഇത് ഇല്ലാതാവുകയും തുടർന്ന് ക്ഷയിച്ചു പോയ ഈ ക്ഷേത്രം 2011 നമ്മൾ പുനരുദ്ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ക്ഷേത്രം കാവ് എന്ന നിലയിൽ നിന്ന് മാറി ഒരു ക്ഷേത്രമാക്കി നിർമ്മിക്കപ്പെടുകയും പരിസരവും കാര്യങ്ങളും നമ്മൾ കാവ് അത് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതൊരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രകൃതിയുടെ ഒരു നിധി എന്ന രീതിയിൽ തന്നെ കാവ് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു അടുത്ത് തന്നെ ഒരു സ്വർണ്ണപ്രശ്ന ചിന്ത നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കർമ്മദോഷങ്ങൾ ഈ ചുറ്റുപാടിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയപ്പെടുകയും ഈ ചുറ്റുവട്ടത്തും പല ദുരന്തങ്ങളും ഉണ്ടാവുകയും ആ കർമ്മദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി നാട്ടുകാർക്കും പരിസരവാസികൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ കൈവരാൻ വേണ്ടിയിട്ട് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്താൻ പ്രശ്നചിന്തയിൽ പറയുകയുണ്ടായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പത്മനാഭൻ ശ്രീലയം, സെക്രട്ടറി നാരായണൻ വീണ, ട്രഷറർ കണ്ണൻ കരുവാക്കോട്, വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് ടി വി, ഗണേശൻ അവിട്ടം, വിജയൻ വള്ളിയോട്ട്, മാതൃസമിതി പ്രസിഡന്റ് സുചിത്ര വള്ളിയോട്ട്, ശോഭന വേണു, ട്രഷറർ ബിന്ദു പ്രകാശൻ, ക്ഷേത്ര രക്ഷാധികാരികളായ കണ്ണൻ വളപ്പോത്ത് ആലമി, കൃഷ്ണൻ പച്ചിക്കാരൻ വീട് എന്നിവർ നേതൃത്വം നൽകി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ മഹാമൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.